ആദ്യമായിട്ടുണ്ടാക്കിയ ഒരു ശില്പമാണ് ഇത്. കുപ്പിക്കകത്ത് തന്നെ 10-40ഓളം ബോട്ടിൽ ആർട്ട് ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട്. ഈ ടൂളുകൾ ഉപയോഗിച്ചാണ് ഞാൻ ഇതെല്ലാം ഉണ്ടാക്കിയത്. ഇതിനു വേണ്ടി പ്രത്യേകം ഞാൻ തന്നെ ഉണ്ടാക്കിയ ടൂളുകളാണിത്. എംസിയിൽ ചെറിയ ഉരുളകളാക്കി കൊണ്ട് അവിടെ തേച്ച് എടുക്കുന്നതാണ് വിഗ്രഹങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നത്. കാലിയായ ചില്ലുകുപ്പികൾ കണ്ടാൽ വിനോദിന് പിന്നെ ഇരിപ്പുറക്കില്ല. ഒന്നെങ്കിൽ അതിനുള്ളിൽ ഒരു കപ്പലുണ്ടാക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഭഗവാനുള്ള ഇരിപ്പിടമാക്കും. കുപ്പിക്കുള്ളി ശില്പങ്ങൾ നിർമ്മിച്ച് വിസ്മയം തീർക്കുകയാണ് തിരുവല്ല കല്ലുങ്കൽ സ്വദേശിയായ വിനോദ് എന്ന കലാകാരൻ. 7 വർഷത്തിനിടെ വിവിധങ്ങളായ 60-ലധികം ശില്പങ്ങളാണ് പെയിന്റിംഗ് തൊഴിലാളി കൂടിയായ കല്ലുങ്കൽ കളത്തറയിൽ വീട്ടിൽ വിജയ് വിനോദ് കുപ്പിക്കുള്ളിൽ നിർമ്മിച്ചത്. എൻ്റെ പേര് വിനോദ് വിജയ്. ഞാൻ തിരുവല്ല കല്ലുങ്കൽ സ്വദേശിയാണ്. ഞാൻ ഒരു പെയിന്റിംഗ് തൊഴിലാളി കൂടിയാണ്. ഞാൻ 2018 പ്രളയകാലത്ത് ഒരു വീഡിയോ യൂട്യൂബിൽ ഒരു വീഡിയോ കാണുകയും അതിൻ്റെ നിർമ്മാണ രീതി കണ്ട് ഞാനൊരു ശില്പം ഉണ്ടാക്കുകയും ചെയ്തു. അത് ആദ്യമായിട്ടുണ്ടാക്കിയ ഒരു ശില്പമാണ് ഇത്. ഇത് ഉണ്ടാക്കാൻ ഏകദേശം 1 മാസത്തോളം എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നീട് വേറെ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി, ഒട്ടനവധി ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു പരീക്ഷണാർത്ഥം ഞാനൊരു വിഗ്രഹം ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ്. അത് ആദ്യമായിട്ടുണ്ടാക്കിയത് ഗണപതിയാണ്. ഈ വിഗ്രഹം ആദ്യമായിട്ടുണ്ടാക്കി കുറച്ച് ദിവസങ്ങളെടുത്താണ് ഈ വിഗ്രഹം ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു വിഗ്രഹം കൂടി ഉണ്ടാക്കി. ഇതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ വിഗ്രഹം ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് അത് ഇച്ചിരി കൂടെ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് ഇച്ചിരി കൂടെ നല്ല രീതിയിൽ ഒരു അയ്യപ്പൻ്റെ വിഗ്രഹം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അയ്യപ്പൻ്റെ വിഗ്രഹമുണ്ട്. അങ്ങനെ ഒട്ടനവധി വിഗ്രഹങ്ങൾ ഇങ്ങനെ നിർമ്മിക്കുവാൻ സാധിച്ചു. ഏകദേശം കുപ്പിക്കകത്ത് തന്നെ 10-40ഓളം ബോട്ടിൽ ആർട്ട് ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ എൻ്റെ കൂട്ടുകാർക്കും ബന്ധുക്കാർക്കുമായിട്ടൊക്കെ ഒരുപാട് ഗിഫ്റ്റുകളായിട്ട് ഇത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാലൻസായിട്ട് 10-40 എണ്ണം ഇപ്പോൾ എൻ്റെ നിലവിൽ എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ ഇതെല്ലാം ഉണ്ടാക്കിയത് ഈ ടൂളുകൾ ഉപയോഗിച്ചാണ് ഞാൻ ഇതെല്ലാം ഉണ്ടാക്കിയത്. ഇതിനു വേണ്ടി പ്രത്യേകം ഞാൻ തന്നെ ഉണ്ടാക്കിയ ടൂളുകളാണിത്. ഈ ടൂളെല്ലാം ഞാൻ തന്നെ നിർമ്മിച്ച് ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ എംസിയിൽ തീർത്ത വിഗ്രഹങ്ങളാണ് ഇത് മൊത്തം. 2018 പ്രളയകാലത്ത് കുപ്പിക്കുള്ളിൽ പായ്ക്കപ്പൽ നിർമ്മിക്കുന്നതായ ഒരു വീഡിയോ യൂട്യൂബിലൂടെ കാണാനിടയായി. ഇതാണ് കലാകാരൻ കൂടിയ വിനോദിന് പ്രചോദനമായത്. തനിക്കും ഇതുപോലെ ഒന്ന് നിർമ്മിച്ചാൽ എന്ന് ചിന്തിച്ചു. തുടർന്ന് യൂട്യൂബിൽ കണ്ട രീതിയിൽ നിർമ്മാണത്തിനാവശ്യമായ ഉപകരണങ്ങൾ സ്വന്തമായി നിർമ്മിച്ചു. പായ്ക്കപ്പലാണ് ആദ്യമായി നിർമ്മിച്ചത്. നിർമ്മാണത്തിന് 1 മാസക്കാലം എടുത്തു. 40 പീസുകൾ ഓരോന്നായി കുപ്പിക്കുള്ളിലേക്ക് കടത്തിവിട്ട് പശു ഉപയോഗിച്ച് ഒട്ടിച്ചാണ് പായ്ക്കപ്പലിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. തുടർന്ന് ഒഴിവു സമയങ്ങളിൽ ഓരോ ശില്പങ്ങളും പിറവിയെടുത്തു. ഏതാനും മാസം മുൻപാണ് വിഗ്രഹങ്ങൾ നിർമ്മിച്ചാൽ എന്ത് എന്ന ആലോചന വന്നത്. ആദ്യമായി ഗണപതിയെ നിർമ്മിച്ചു. എംസിൽ ഉപയോഗിച്ചായിരുന്നു വിഗ്രഹം നിർമ്മിച്ചത്. തുടർന്ന് ശ്രീനാരായണ ഗുരുദേവന്റെയും അയ്യപ്പന്റെയും വിഗ്രഹങ്ങൾ കുപ്പിക്കുള്ളിൽ തീർത്തു. ആഡംബര നൗക, കപ്പൽ, പായ്ക്കപ്പൽ തുടങ്ങിയവയാണ് വിനോദ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഏകദേശം 40 പീസോളം ഉണ്ട്. 40 പീസാണിത്. ഈ 40 പീസ് ഓരോ പീസുകളും ഈ ഹോളിലൂടെ കയറ്റി ഇവിടെ കൊണ്ടുവന്ന് ഹെവി പശ ഉപയോഗിച്ച് ഒട്ടിക്കുന്ന രീതിയാണ് നമ്മൾ തുടർന്നു പോകുന്നത്. ഇത് 40ഓളം പീസുകളാണ്. ഇത് വിഗ്രഹത്തിൻ്റെ നിർമ്മാണ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംസിയിൽ ചെറിയ ഉരുളകളാക്കി കൊണ്ട് അവിടെ തേച്ച് എടുക്കുന്നതാണ് വിഗ്രഹങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നത്. ഒത്തിരി ദിവസത്തെ പ്രയത്നമാണ്. 1 മാസത്തോളം അതിൽ മേളിലെടുക്കുന്നുണ്ട് ഒരു വിഗ്രഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് 6 വർഷം കൊണ്ടാണ് ഇത്രയും ശില്പങ്ങൾ ഞാൻ നിർമ്മിച്ചെടുത്തത്. ഈ ശില്പരീതി ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ്. ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു രീതിയാണ്. അങ്ങനെ തേച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ശില്പനിർമ്മാണം ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. എൻ്റെ കഴിവനുസരിച്ച് ഞാൻ ചെയ്ത വർക്കാണിത്.
BSSന്റെ ഒരു പുരസ്കാരത്തിന് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഒരു 13-ാം തീയതി അറിയത്തുള്ളൂ അതിൻ്റെ കൃത്യമായ വിവരം. നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മികച്ച ഒരു ചിത്രകാരൻ കൂടിയാണ് വിനോദ്. മ്യൂറൽ പെയിന്റിങ്ങിലൂടെ നിരവധി ചിത്രങ്ങളാണ് വിനോദ് വരച്ചിരിക്കുന്നത്. നിർമ്മിച്ച ശില്പങ്ങളിലും വരച്ച പെയിന്റിങ്ങുകളിലും അധികവും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും സമ്മാനമായി നൽകുകയായിരുന്നു എന്നും വിനോദ് പറയുന്നു. ബോട്ടിൽ ആർട്ടിന്റെ പേരിൽ BSSന്റെ പുരസ്കാര പരിഗണന പട്ടികയിൽ വിനോദിന്റെ പേരും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനിയും വ്യത്യസ്തങ്ങളായ നിരവധി ശില്പങ്ങൾ തീർക്കണമെന്നതാണ് വിനോദിന്റെ ആഗ്രഹം. സുലേഖയാണ് ഭാര്യ. 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ അനന്യ മകളുമാണ്.